പ്രൈസ് ലോർഡ്. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പ്രഭാതത്തിലെ വചനചിന്തയ്ക്കായിട്ട് വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 145:18. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഏകാന്തത അനുഭവിക്കുമ്പോൾ ഒറ്റപ്പെടുന്ന അനുഭവങ്ങളിൽ സഹായത്തിനായി അടുത്ത ആരെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് നാം വിചാരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും യഹോവ സമീപസ്ഥൻ. മറ്റാരും നമ്മളെ സഹായിപ്പാനില്ലെങ്കിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് ഇന്ന് വാക്കാലം പ്രാപിപ്പാൻ ഇടയായി തീരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സത്യമുണ്ടെങ്കിൽ, നാം സത്യമായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവൻ നമ്മുടെ അടുത്തുണ്ട്. അവൻ നമ്മെ സഹായിപ്പാൻ നമ്മുടെ കൂടെയുള്ള ദൈവമാകുന്നു. സ്തോത്രം. ആവർത്തന പുസ്തകം 4-7 നമ്മൾ വായിക്കുന്നു, നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. അവിടെ ഇസ്രായേൽ മക്കളെ ശ്രേഷ്ഠ ജാതി എന്ന് വിളിക്കുന്നത് കാണുവാൻ സാധിക്കും. കാരണം ദൈവം ഇത്ര അടുത്തിരിക്കുന്നത് കൊണ്ടാണ് അവരെ ശ്രേഷ്ഠതയുള്ളവരായി കാണുന്നത്. ശ്രേഷ്ഠനായ ദൈവം, സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമ്മളെപ്പോലും ശ്രേഷ്ഠ ജാതി വേറെ ആരുമില്ല. ലോകം നമ്മെ വിടക്കം നിണ്ണിയാലും നമ്മെ കുറ്റം പറഞ്ഞാലും പഴിചാരിയാലും നമുക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല. സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുത്, ഏറ്റവും വലിയ സമ്പന്നത. റോമാലേഖനം 10 നമ്മൾ വായിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്നും തിരുവെഴുത്ത് അരുളി ചെയ്തുവല്ലോ. യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. ആമേൻ. സ്തോത്രം. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥനാകുന്നു. അവനെ രക്ഷിപ്പാൻ തക്കവണ്ണം, വിടുവിപ്പാൻ തക്കവണ്ണം നമ്മുടെ ദൈവം സമ്പന്നനാകുന്നു. ആമേൻ. സ്തോത്രം. സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹങ്ങളാലും ഭൂമിയിലെ സകല ഭൗതിക നന്മകളാലും നമ്മുടെ ആവശ്യങ്ങൾ മധ്യ ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. എബ്രായലേഖനം 10:22 നമ്മൾ വായിക്കുന്നു, നമ്മുടെ ദുർമനസ്സാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരായി, യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരായി, വിശ്വാസത്തിൽ പൂർണ്ണ നിശ്ചയം പ്രാപിച്ചവരായി, പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക. ആമേൻ. സ്തോത്രം. പലപ്പോഴും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് തടസ്സമായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ കുറവുകളായിരിക്കാം. അവയെപ്പോഴും അറിഞ്ഞോ അറിയാതെ ചെയ്ത് നമ്മുടെ മനസ്സാക്ഷി നമ്മളെ കുറ്റം വിധിക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക് അടുത്ത് വരുവാൻ സാധിക്കാതെ അകന്നകന്ന് മാറുന്ന അനുഭവങ്ങൾ കാണുവാൻ സാധിക്കും. എന്നാൽ പരമാർത്ഥ ഹൃദയത്തോട് പാക്കാനും ദൈവസന്നിധി കടന്നു വന്ന പിതാവേ, എന്നോട് കൃപ തോന്നണമേ, അവിടുത്തെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനത്താൽ എന്നെ നീതീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കാലം ദൈവസന്നിധി സമർപ്പിക്കുന്നുവെങ്കിൽ, അവനോട് അടുത്ത് വരുന്നെങ്കിൽ അവൻ സമീപസ്ഥനായി നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ സാഹചര്യങ്ങളെ അനുഗ്രഹമാക്കി തീർക്കുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ അങ്ങയുടെ അടുത്തേക്ക് ഞങ്ങൾ അടുത്ത് വരുന്ന കർത്താവേ, നന്ദിയോട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് കാലം വചനം കേൾക്കുന്ന നിന്റെ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയങ്ങളിൽ സമീപസ്ഥനായി ആമേൻ ദൈവമേ, അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരുന്ന് ഇന്ന് കാലം ജയകരമായ ഒരു ജീവൻ നയിപ്പാനുള്ള ദൈവകൃപ പകർന്നാട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. മഹത്വം കർത്താവ് എടുത്താട്ടെ. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.